ഇനി ആണായി പിറന്നു പ്രകൃതിയുടെ ഒരു ടെക്നിക്കൽ എറർ മൂലം ബയോകെമിക്കൽ മിസലൈൻമെന്റ് മൂലം പെണ്ണായി വളർന്ന ട്രാൻസ് വുമണിന് പ്രസവിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് എന്തൊക്കെ വേണം? ആദ്യമായി കുറച്ചു സർജിക്കൽ ഹാർഡ്വെയർ വേണം. ഒന്നാമതായി ഗർഭപാത്രം മാറ്റിവെക്കൽ, യൂട്രസ് ട്രാൻസ്പ്ലാന്റ്. ഇത് അതീവ സങ്കീർണമായ ശസ്ത്രക്രിയയാണ്. അതായത് ഒരു ദാതാവിൽ നിന്ന് ഗർഭപാത്രം സ്വീകരിക്കണം. പിന്നെ വാസ്കുലർ അനസ്റ്റമോസിസ്. കുട്ടിക്ക് ഇപ്പോഴേ പേരിടണോ? ഇതൊരു ശസ്ത്രക്രിയാരീതിയാണ്. പുതിയ ഗർഭപാത്രത്തിലേക്ക് രക്തധമനികൾ ബന്ധിപ്പിക്കണം. കുഞ്ഞിന് ആവശ്യമായ രക്തം കിട്ടണമെങ്കിൽ വാസ്കുലർ അനസ്റ്റമോസിസ് അത്യാവശ്യമാണ്. ഇതൊരു പേരല്ല, ബ്ലഡ് കണക്ഷൻ സർജറി. പിന്നെ പെൽവിക് ഫ്ലോർ റീഇൻഫോഴ്സ്മെന്റ്. പുരുഷ ഇടുപ്പ് സ്ത്രീകളുടേതിനേക്കാൾ ഇടുങ്ങിയതാണ്. മനസ്സും. അതിനാൽ ഗർഭപാത്രത്തെ താങ്ങി നിർത്താൻ പ്രത്യേക സർജിക്കൽ മെഷുകൾ ഉപയോഗിക്കേണ്ടിവരും. പിന്നെ സോഫ്റ്റ്വെയർ, മെഡിക്കൽ ആൻഡ് ഹോർമോൺ ലിസ്റ്റ്, ഇമ്മ്യൂണോസപ്രസന്റ് മരുന്നുകൾ. മാറ്റിവെച്ച ഗർഭപാത്രത്തെ ശരീരം തള്ളിക്കളയാതിരിക്കാൻ ആയുഷ്കാലം മുഴുവൻ ഈ മരുന്നുകൾ വേണം. പിന്നെ വേണ്ടത് ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ തെറാപ്പി. ഗർഭപാത്രത്തിന്റെ ഉൾപ്പാളിയൊരുക്കാൻ ഈ ഹോർമോണുകൾ വലിയ അളവിൽ വേണം. പിന്നെ ആന്റിആൻഡ്രോജൻസ് ആവശ്യമാണ്. ടെസ്റ്റോസ്റ്റിറോൺ, അതായത് ശരീരത്തിലെ സ്വാഭാവിക പുരുഷ ഹോർമോണുകളെ അടിച്ചമർത്തണം. ഇനി ലാബ് ലിസ്റ്റ്. ക്രയോപ്രിസർവ്ഡ് സ്പേം. ട്രാൻസ് വുമൺ നേരത്തെ സൂക്ഷിച്ചുവെച്ച സ്വന്തം ബീജം അല്ലെങ്കിൽ ഡോണർ ബീജം. അണ്ഡാശയം ഇല്ലാത്തതിനാൽ മറ്റൊരു സ്ത്രീയിൽ നിന്ന് വാങ്ങുന്ന അണ്ഡം. പിന്നെ IVF സ്വാഭാവിക സംയോജനം അല്ലെങ്കിൽ ICSI, ഒരു ബീജത്തെ നേരിട്ട് അണ്ഡത്തിലേക്ക് കുത്തിവെച്ച് ഭ്രൂണം ഉണ്ടാക്കുന്ന രീതി. ഇനി ഷട്ടർ സ്റ്റോക്ക്, മാനിപ്പുലേഷൻ ലിസ്റ്റ്, DNA, മെഥിലേഷൻ ചെക്കപ്പ്, അഡ്വാൻസ്ഡ് ജനറ്റിക് നീഡ്സ്. ഭ്രൂണത്തിന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ ജനിതക വൈകല്യങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ. പിന്നെ എപിജനറ്റിക് മോണിറ്ററിംഗ്. പ്രകൃത്യാ ഉള്ള ഗർഭപാത്രമല്ലാത്തതിനാൽ കുഞ്ഞിന്റെ വളർച്ചയിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിരന്തരമായ സ്കാനിംഗും രക്തപരിശോധനയും വേണം. ഇനി വേണ്ടത് പ്രോലാക്റ്റിൻ ആണ്. സ്ത്രീകളിൽ മുലപ്പാൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രധാന ഹോർമോണാണിത്. ട്രാൻസ് വുമണിന് ഈ ഹോർമോൺ കുത്തിവയ്പ്പിലൂടെയും മരുന്നുകളിലൂടെയും, ഉദാഹരണത്തിന് ഡോംപെരിഡോൺ നൽകിയാൽ അവരുടെ സ്തനകോശങ്ങളിൽ പാൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. നൽകാൻ ശാസ്ത്രീയമായി സാധ്യമാണെങ്കിലും അതിന് പിന്നിൽ വലിയൊരു ഹോർമോൺ മാന്ത്രികം തന്നെയുണ്ട്. ഇൻഡ്യൂസ്ഡ് ലാക്ടേഷൻ. ഇതിന് ശസ്ത്രക്രിയേക്കാൾ കൂടുതൽ വേണ്ടത് ഹോർമോൺ ചികിത്സയാണ്. ഇതിനകം തന്നെ അവർ സ്തനങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. ആ കോശങ്ങളെ ഉത്തേജിപ്പിച്ചാണ് പാൽ ഉണ്ടാക്കുന്നത്. നിപ്പിൾ സ്റ്റിമുലേഷൻ. മരുന്നിനോടൊപ്പം തന്നെ കൃത്രിമമായി മുലക്കണ്ണുകളെ ഉത്തേജിപ്പിക്കുന്നത് വഴി തലച്ചോറിൻ കുട്ടിക്ക് പാൽ വേണം എന്ന സന്ദേശം നൽകാൻ കഴിയും. ഇതെല്ലാം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥ പോലെ തോന്നാമെങ്കിലും ഇത് വെറുമൊരു ചികിത്സയല്ല, മറിച്ച് സാങ്കേതികവിദ്യയും മനുഷ്യന്റെ മോഹവും തമ്മിലുള്ള യുദ്ധമാണ്. നിയമങ്ങളും ശരീരത്തിന്റെ പരിധികളും തടസ്സമായി നിൽക്കുമ്പോഴും ശാസ്ത്രം ഈ ടെക്നിക്കൽ എറർ തിരുത്താനുള്ള വഴിയിലാണ്. നാളെയുടെ അത്ഭുതം. ആവശ്യക്കാർ ആഗ്രഹങ്ങളുമായി ക്യൂവിലാണ്.